ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ മന്ത്രിമാരെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. കോൺഗ്രസ് വക്താവ് എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയ ജയന്തി നടരാജൻ തമിഴ്നാട് കേന്ദ്രീകരിച്ചായിരിക്കും പൊതുതെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുക. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഗ്രാമവികസന മന്ത്രി ജയറാം രമേശും ഉടൻ പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചുപോയേക്കും. മുതിർന്ന മന്ത്രിമാരായ AK ആന്റണി, ഗുലാം നബി ആസാദ്, ആനന്ദ് ശർമ്മ എന്നിവരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയൂന്നാൻ രാജ്യസന്നദ്ധത അറിയിച്ചുവെങ്കിലും കേന്ദ്രമന്ത്രിസഭയിൽ ഇവരുടെ സാന്നിധ്യം ഒഴിവാക്കാനാവാത്തതാണ് എന്ന നിലപാട് പ്രധാനമന്ത്രി കൈക്കൊള്ളുകയായിരുന്നുവെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു. അതിനാൽ മന്ത്രിസ്ഥാനത്ത് തുടർന്നുകൊണ്ട് തന്നെ AK ആന്റണി അടക്കമുള്ളവർ സംഘടനാ പ്രവർത്തനങ്ങൾ തുടരാനാണ് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിനുള്ള ത്വരിത നടപടികളാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൈക്കൊള്ളുന്നത്. സച്ചിൻ പൈലറ്റും ജ്യോതിരാജ് സിന്ധ്യയും രാജസ്ഥാനും മധ്യപ്രദേശും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ അരവിന്ദർ സിംഗ് ലവ്ലിയെ PCC അധ്യക്ഷനാക്കി സംഘടനാ സംവിധാനം ഉടച്ചു വാർത്തതുപോലെ ഓരോരോ സംസ്ഥാനങ്ങളിലും അനുയോജ്യമായ പാർട്ടി സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. മീഡിയ 1 ഡൽഹി.